തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടലിയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടയിലും വിപ്ലവഗാനം ആലപിച്ചു. കടക്കൽ ക്ഷേത്രോത്സവത്തിനിടെ വിപ്ലവഗാനം പാടി വിവാദത്തിലായ ഗസൽ ഗായകൻ അലോഷിയാണ് ആറ്റിങ്ങലിലും വിപ്ലവഗാനം ആലപിച്ചത്. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആറ്റിങ്ങൽ പോലീസിലും റൂറൽ എസ്പിക്കും പരാതി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേർന്നുണ്ട്. ഗോകുൽ, കടക്കൽ ദേവീക്ഷേത്രത്തിൽ പാട്ടുപാടി അതേ അലോഷി തന്നെയാണ് ഇവിടെയും പാട്ടുപാടുന്നത്. ഒരു വെല്ലുവിളിയായി കാണാമോ? ഇത്തരത്തിൽ അതായത് പല തവണയായി ഇത്തരത്തിൽ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപ്ലവ ഗാനങ്ങൾ പാടുന്നതും അത് തുടർന്ന് പരാതിയായി മുൻപോട്ട് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം പാടുകയും അത് ഹൈക്കോടതി ഇടപെടുകയും ചെയ്തത്. അങ്ങനെ തുടർന്ന് അലോഷി നിയമ നടപടികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം അവനവഞ്ചേരി ഇണ്ടലിയപ്പൻ ക്ഷേത്രത്തിലെ ഉരുൾ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഈ മാസം 11-ാം തീയതി പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടിയിലാണ് 100 പൂക്കളെ എന്ന ഗാനം ആലപിക്കുകയും ചെയ്തത്. കഴിഞ്ഞ തവണ അലോഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊല്ലത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പാട്ട് പാടിയത്. സമാനമായ സാഹചര്യത്തിൽ കൂടെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പാട്ട് പാടിയതെന്നുള്ളതാണ് ഗായകൻ പറയുന്നത്. എന്തായാലും നിലവിൽ യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുകയാണ്. റൂറൽ എസ് പിക്ക് അടക്കമുള്ളവർക്ക് പരാതിയുമായി മുൻപ് കൊടുത്തിരിക്കുകയാണ്. പലപ്പോഴായി ഇത്തരത്തിൽ ഈ സ്റ്റേജുകളിൽ ഈ പാട്ട് പാടുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ക്ഷേത്രങ്ങൾ വിശ്വാസികളുടേതാണെന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കോടതി തന്നെ ഉന്നയിക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ വിപ്ലവത്തിന്റെ ഇടമല്ല ക്ഷേത്രങ്ങൾ എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് വീണ്ടും വിപ്ലവ ഗാനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എന്തായാലും അവനവഞ്ചേരി ഇണ്ടലിയപ്പൻ ക്ഷേത്രത്തിലെ ഉരുൾ മഹോത്സവവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്കിടെയാണ് വൈകുന്നേരം ഈ പരിപാടിക്കിടയ്ക്ക് ഇത്തരത്തിൽ വിപ്ലവ ഗാനം ആലപിക്കുന്ന ഒരു രീതിയിലേക്ക് മുൻപോട്ട് പോയത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുകയാണ്. മുൻപേ യൂത്ത് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ അലോഷിയുടെ പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. എന്തായാലും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അലോഷിയാണ് വീണ്ടും വിപ്ലവ ഗാനവുമായി അവനവഞ്ചേരി ഇണ്ടലിയപ്പൻ ക്ഷേത്രത്തിൽ എത്തിയത്. ഗൂഗിൾനാഥാണ് വിവരം റിപ്പോർട്ട് ചെയ്തു.